സർ, എനിക്ക് വസുന്ധര മേഡത്തെ ഒന്ന് കാണണം. നീ എവിടെയായിരുന്നടാ? എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ടൊന്ന് കാണണം. വാ. മാഡം, ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. നന്ദനല്ലേ? വരാൻ പറ. യെസ് മാം. കയറി വാടോ. മാഡം, എന്താണ്? ഞാൻ മാഡത്തെ കാണാൻ വന്നതാ. കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മാഡം, മീരയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഞാൻ വന്നത്. അതെയോ? ആവശ്യപ്പെട്ടില്ലല്ലോ. മാഡം, മീരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് തെളിവ് കൊടുക്കാനാണ് ഞാൻ വന്നത്. വേണ്ട. മാഡം, മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാൻ പ്രയാസമുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഷൈജ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഇല്ല മാഡം. ആ, മാഡം, മീരെ കൊന്നത് ഞാനാണ്. അന്ന് വീട്ടിൽ നടന്ന ഫംഗ്ഷന്റെ ഇടയിൽ ഞങ്ങൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചത്. എന്തോ നാടോ, ഞാനിതിപ്പോ മൂന്നാമത്തെ തവണയാണ് കേൾക്കുന്നത്. കഷ്ടം. മാഡം, ഞാൻ ഏത് കോടതിയുടെ മുമ്പിൽ വേണമെങ്കിലും കുറ്റം ഏറ്റു പറയാം. ആയിക്കോട്ടെ, കോടതിയുടെ മുന്നേ പറഞ്ഞോളൂ. മാഡം, മീരെ കൊന്നത് ഞാനാണ്. എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മീര. നിവർത്തിയില്ലാതെ ഞാൻ അവളെ കൊന്നതാ. അതൊക്കെ പറയണോ? എനിക്ക് നന്നായിട്ട് ചെവിയേക്കാം. മാഡം, എനിക്ക് പറ്റിപ്പോയൊരു കയ്യബദ്ധമാണ്. മീര മരണപ്പെട്ടത് ഞാൻ കാരണമാണ്. നിർത്തണോ തന്റെ ഷോ? ആരുടെ മുന്നിലാണ് നിന്റെ ഈ അഭ്യാസം കാണിക്കുന്നത്? നിന്റെ ഭാര്യ എവിടെ? മാഡം, മാഡം, ഞാനാണ് മീരയെ കൊന്നത്. നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാനാണ് മീരയെ കൊന്നതെന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞാ മതി. ദേവിക എവിടെ? എനിക്കറിയില്ല മാഡം. അതറിഞ്ഞാ മതി. നീ പൊയ്ക്കോ. മാഡം, പോവാൻ നോക്ക്. കൊച്ചു പിള്ളേർ അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ ഇരുട്ട് മുന്നേ വീട്ടിലെത്താൻ നോക്ക്. ആ പിന്നെ അച്ഛനോട് പറയണം, നോർത്ത് സ്റ്റേഷനിൽ ചെന്ന് മോനെ തിരിച്ചു കിട്ടിയെന്ന് റിപ്പോർട്ട് ചെയ്യാൻ. മാഡം, തന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഇനി എന്താ വീട്ടിലേക്കുള്ള വഴി അറിയില്ലേ? ഇനി ഞാൻ കൊണ്ടേ ആക്കണോ? ഗെറ്റ് ഔട്ട്. മാഡം, ഷൈജ ഒന്ന് വിളിച്ചോണ്ട് പോയോനെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വെറുതെ മനുഷ്യനെ ഞാൻ പറഞ്ഞത് സത്യമാണ്. മാഡം, ഇങ്ങോട്ട് മാഡം, പോടോ. സർ, ചെല്ല്. മാഡം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.